കൊച്ചിയിൽ പുറംകടലിൽ പിടികൂടിയ മയക്കുമരുന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെയെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. പിടിയിലായ പാക് പൗരൻ കാരിയർ മാത്രമെന്ന് NCBയുടെ റിമാൻഡ് റിപ്പോർട്ട്. വിവരങ്ങളുമായി അനഘ നരിക്കുന്നി ചേരുന്നു. അനഘ, ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ടയാണ്. ഇതിനകത്ത് ഈ കൊണ്ടുവന്ന സ്രോതസ്സുകളെ സംബന്ധിച്ച് വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പാക് പൗരനിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വലിയൊരു മയക്കുമരുന്ന് വേട്ട എന്ന് തന്നെ വേണം പറയുവാൻ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരം, മയക്കുമരുന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉള്ളതെന്ന് പ്രതി സമ്മതിച്ചതായി NCB വ്യക്തമാക്കുന്നു. കള്ളക്കടത്തുകാരൻ നല്ല തുക പ്രതിഫലം വാഗ്ദാനം ചെയ്തതായും ഈ ഒരു പാക് സ്വദേശിയുടെ മൊഴിയിൽ പറയുന്നു. റിമാൻഡ് റിപ്പോർട്ടിലാണ് NCB കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പിടിയിലായ പാക് പൗരൻ കാരിയർ എന്നും NCBയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറെ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു ഇത്രയും, അതായത് 25,000 കോടിയുടെ മയക്കുമരുന്ന് വേട്ട എന്നുള്ളത്. പാക് സ്വദേശിയായ പ്രതി സുബൈറിനെ കഴിഞ്ഞ ദിവസം 14 ദിവസത്തേക്ക് റിമാൻഡിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള അന്വേഷണം ഊർജിതമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു അവ്യക്തത. ഇയാൾ മാത്രമാണോ ഇതിൽ പ്രതിയായിട്ടുള്ളത്? ഇയാൾക്ക് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ? എവിടേക്കൊക്കെയാണ് ഇതിന്റെ ശൃംഖല ഉള്ളത് എന്നതുൾപ്പെടെയുള്ള വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചി പുറംകടലിൽ വെച്ച് പാക് ബോട്ടിൽ നിന്നുമായിരുന്നു ഈ 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. ഈ പ്രതിയായിട്ടുള്ള പാക് സ്വദേശിയായിട്ടുള്ള സുബൈർ എന്ന ആളെ 14 ദിവസത്തേക്ക് കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾ താൻ ഇറാനിയൻ പൗരനാണെന്നൊക്കെയായിരുന്നു ഇയാൾ ആദ്യം വാദം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അന്വേഷണത്തിൽ പ്രതി പാകിസ്ഥാന് തന്നെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അത്രത്തോളം പ്രാധാന്യത്തോടുകൂടെ അല്ലെങ്കിൽ അത്രയേറെ ഗൗരവത്തോടുകൂടെ കണ്ടിരുന്ന ഒരു കേസ് തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മയക്കുമരുന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് താൻ കൊണ്ടുവന്നതെന്നൊരു കാര്യം പ്രതി സമ്മതിച്ചിരിക്കുന്നു. വലിയൊരു തുക തനിക്ക് ഓഫർ ചെയ്തതുകൊണ്ടാണ്, അതായത് ഇതിന് പുറകിൽ ഇതിന്റെ ബാക്കി ശൃംഖലകളായി നിന്നിട്ടുള്ള ആളുകൾ വലിയ തുക തനിക്ക് വാഗ്ദാനം ചെയ്തതായിട്ടും അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. NCBയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പിടിയിലായ അനഘയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.